പാകിസ്ഥാൻ ഇനി ഇന്ത്യക്കെതിരെ ഒരു പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത് പാകിന് താങ്ങാനാകാത്ത പ്രഹരമായിരിക്കും. അതിന്റെ ഒരു തുടക്കമാണ് ഇന്ത്യക്കെതിരെ നാവു ചലിപ്പിച്ച പാകിസ്ഥാനെതിരെ ഫ്രഞ്ച് നാവികസേന നടത്തിയ വിമർശനം. ഈ വർഷം ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് തെറ്റായ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചതിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു മാധ്യമത്തെ ഫ്രഞ്ച് നാവികസേന രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യോമ മേധാവിത്വം ഒരു ഫ്രഞ്ച് നാവിക കമാൻഡർ സ്ഥിരീകരിച്ചതായും അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളിൽ ഇന്ത്യൻ റാഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടതായും അവകാശപ്പെടുന്ന ഒരു ലേഖനം നവംബർ 21-ന് ഇസ്ലാമാബാദിലെ ജിയോ TV ഔട്ട്ലെറ്റ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് വിശദീകരണം വന്നത്. ഫ്രഞ്ച് ഉദ്യോഗസ്ഥരെ തെറ്റായി ഉദ്ധരിച്ചുവെന്ന് മാത്രമല്ല, തെറ്റായ പേര് പോലും പ്രസിദ്ധീകരിച്ചതായും നാവികസേന പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ യഥാർത്ഥ പേരായ ക്യാപ്റ്റൻ യുവാൻ ലാണെ എന്നതിന് പകരം ജാക്കോസ് ലൗണെ എന്ന് പരാമർശിച്ചു. മറൈൻ നാഷണൽ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ക്യാപ്റ്റൻ ലോണയുടേതായി ആരോപിക്കപ്പെടുന്ന എല്ലാ പരാമർശങ്ങളും കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞു. ഈ പ്രസ്താവനകൾ ക്യാപ്റ്റൻ ലോണയുടേതാണെന്ന് ആരോപിക്കപ്പെട്ടു. അദ്ദേഹം ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രസിദ്ധീകരണത്തിനും സമ്മതം നൽകിയിട്ടില്ല. ലേഖനത്തിൽ വ്യാപകമായ തെറ്റായ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 6-7 തീയതികളിൽ 140-ലധികം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ട ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ വ്യോമസേന വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് ഒരു ഫ്രഞ്ച് കമാൻഡർ ഇൻഡോ പസഫിക് സമ്മേളനത്തിൽ പറഞ്ഞതായി വിവാദ ലേഖനം സംവേദനാത്മകമായി അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യൻ റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി അദ്ദേഹം സ്ഥിരീകരിച്ചുവെന്നും ചൈനയുടെ പിന്തുണയുമായി ഇതിന് ബന്ധമുണ്ടെന്നും അതിൽ ആരോപിക്കുന്നു. ഇതൊന്നും ശരിയല്ലെന്ന് ഫ്രഞ്ച് നാവികസേന പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഒരു മുതിർന്ന പ്രവർത്തന അതോറിറ്റിയായി പാകിസ്ഥാൻ ചിത്രീകരിക്കുന്നതിന് വിരുദ്ധമായി റാഫേൽ മറൈൻ വിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന ലാൻഡിവിസിയൌവിലെ നാവിക വ്യോമതാവളത്തിന്റെ കമാൻഡറായി ക്യാപ്റ്റൻ ലോണയുടെ യഥാർത്ഥ പങ്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നും നാവികസേന പറയുന്നു. സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ അവതരണം പൂർണ്ണമായും സാങ്കേതികമായിരുന്നുവെന്നും ഫ്രാൻസ് വ്യക്തമാക്കി. റാഫേൽ മറൈന്റെ ദൗത്യങ്ങൾ, കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ആശയം, ഉയർന്ന തീവ്രതയുള്ള വ്യോമ പോരാട്ടത്തിൽ പൈലറ്റുമാർ നേരിടുന്ന പൊതുവെല്ലുവിളികൾ എന്നിവ അദ്ദേഹം വിവരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നഷ്ടങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ക്യാപ്റ്റൻ ലോണെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇന്ത്യൻ വിമാനങ്ങൾ ചൈന തടഞ്ഞു എന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചുവെന്നും ഫ്രാൻസ് നാവികസേന വ്യക്തമാക്കി. പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന് വിരുദ്ധമായി ചൈനീസ് ജെ-10 കുറിച്ച് താൻ ഒരിക്കലും പരാമർശിച്ചിട്ടില്ലെന്നും നാവികസേന കൂട്ടിച്ചേർത്തു. യുദ്ധസമയത്ത് റാഫേലിന്റെ റഡാർ സംവിധാനം ശരിയായി പ്രവർത്തിക്കാത്തതിന്റെ കാരണം ചൂണ്ടിക്കാട്ടി ക്യാപ്റ്റൻ ലോണെ പ്രശ്നം സാങ്കേതികമല്ല, പ്രവർത്തനപരമാണെന്ന് പറഞ്ഞു. യുദ്ധയന്ത്രത്തിൽ ഒരു കുഴപ്പവുമില്ല, പക്ഷേ യന്ത്രം ശരിയായി ഉപയോഗിച്ചില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു. ഏത് യുദ്ധ സാഹചര്യത്തിലും റാഫേലിന് ചൈനീസ് ജെ-10C തോൽപ്പിക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു. ചൈനീസ് ജെ-10 കുറിച്ച് അദ്ദേഹം ഒരിക്കലും പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് നാവികസേന ഈ വിവരണം നിരസിച്ചു. മറ്റൊരു അവകാശവാദം പാകിസ്ഥാൻ വാർത്താ ഏജൻസി പ്രചരിപ്പിക്കുന്നു. എന്തൊക്കെയായാലും പാകിസ്ഥാൻ ഇനിയൊരു സംഘർഷത്തിന് തുനിഞ്ഞാൽ അതോടെ രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.